നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നിളമോള് തല കറങ്ങി വീണു. സ്കൂളിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് കാവേരിയും ഗംഗയും എല്ലാവരും കൂടെ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ഭയങ്കര ടെൻഷനായി. കാരണം നിളയെ കാണാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴാരെ അകത്തേക്ക് ഏറ്റുവിടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്തെല്ലാം ശാരദയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. അപ്പോഴേക്കും കാവേരി ശാരദയെ ആശ്വസിപ്പിച്ചു. അമ്മ സമാധാനമായിട്ടിരിക്കുക, അവൾക്കൊരു പ്രശ്നമില്ല, അവൾക്കൊരു ചെറിയ തലകറക്കം മാത്രമല്ലേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ പരിശോധനയെല്ലാം കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ശാരദ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണാൻ പറ്റുമോ? കയറി കണ്ടു, പക്ഷെ അധികം ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ശാരദ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് കാവേരിയും പിന്നെ നിളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ആ സമയം കാവേരി ചോദിച്ചു, ഡോക്ടറെ നിളയ്ക്ക് എന്താ പറ്റിയത്? അപ്പോഴേക്കും ഡോക്ടർ ചോദിച്ചു, അല്ല ഇതിനു മുമ്പ് ആ കുട്ടി ഇങ്ങനെ തല ഇറങ്ങി വീണിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും കാവേരി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. പെട്ടെന്നാണ് ഓർമ്മ വന്നേ, മുമ്പ് ഇതുപോലെ ഒരു പ്രാവശ്യം തല ഇറങ്ങി വീണ് അന്ന് യമുന അവളെ എടുത്ത് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്ന് ബ്ലഡിന്റെ കുറവുകൊണ്ടൊക്കെ ആയിരിക്കും, ക്ഷീണം കൊണ്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചെയ്യാനും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, ഒരു തവണ ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല ആ കുട്ടിക്ക് ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിട്ട് നിനക്ക് അറിയാവുന്ന ചോദിച്ചു. ഹാർട്ടിന് പ്രശ്നമോ? ഒരു നിമിഷം ഗംഗയും കാവേരിയും ഒക്കെ ഞെട്ടിപ്പോയി. അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. ഈ സമയം വിനീത് പറഞ്ഞു, അങ്ങനെയൊന്നും ഉള്ളത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അതെ, ആ കുട്ടിക്ക് ജനിച്ചപ്പം മുതൽ ഹാർട്ടിന് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇപ്പോഴിങ്ങനെ തലയിറങ്ങി വീണേ. കുറച്ച് ടെസ്റ്റുകൾ കൂടെ ബാക്കിയുണ്ട്. അതിന് ശേഷം എന്താന്ന് വെച്ചാൽ പറയാം, ചിലപ്പോൾ സർജറി ഒക്കെ വേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി കാവേരിക്ക്. കാരണം അതിന് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ആവുമെന്നറിയാം. എന്നാലും നിളയ്ക്ക് ഇങ്ങനെയൊരു കാര്യം, അതും ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ചൊരു അറിവ് പോലും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ശാരദ നിളയുടെ അടുത്തായിരുന്നു. നിളയുടെ അടുത്ത് ശാരദ എന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നിള പതുക്കെ കണ്ണു തുറന്നിങ്ങനെ നോക്കി. അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നിളയ്ക്ക് സന്തോഷമായി. ശാരദയ്ക്കാണ് സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞൊഴുകിയപ്പം നിള പറഞ്ഞു, അമ്മ എന്തിനാ കരയണേ? അമ്മ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വെറുതെ ഒന്ന് തലയിറങ്ങി വീണതുള്ളൂ. അല്ല മോൾക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലേ? എന്ത് കുഴപ്പം? അമ്മ കരയുന്ന കാണുമ്പോഴേ എനിക്ക് സങ്കടം വരുന്നേ. അല്ല കാവേരി ചേച്ചിക്ക് എന്തേന്ന് ചോദിച്ചു. എല്ലാവരും ഉണ്ട്, പുറത്തുണ്ട്, എല്ലാവരും അകത്തേക്ക് ഒരുമിച്ച് കയറ്റി വിടത്തില്ലോ, അതുകൊണ്ട് അമ്മ മാത്രം വന്നേ. എൻ്റെ മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ആ സമയം നിള പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോയാൽ മതി ഇമ്മേന്ന് പറഞ്ഞു. നമുക്ക് പോകാന്നേ, മോള് ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, കാവേരിക്കും ഗംഗയ്ക്കും ഒക്കെ. അപ്പോഴേക്കും ടീച്ചർ ചോദിച്ചു, അല്ല ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, അങ്ങനെ ഒരു സംശയത്തിൻ്റെതായ കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടറെ. ഒരു തവണ തല ഇറങ്ങി വീണിട്ടുണ്ട്, അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്താ, അല്ലാതെ ഞങ്ങൾക്ക് അവളെക്കുറിച്ച് അങ്ങനെ ഒരു തോന്നലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ടീച്ചർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് എന്താന്ന് ചെയ്യണം, ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ആ സമയം കാവേരി പറഞ്ഞു, ശരി ഇനിയിപ്പം ടീച്ചർ വീട്ടിൽ പൊയ്ക്കോ, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചറെ പറഞ്ഞു വിട്ടു. ഈ സമയത്ത് വിനീതിൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഗംഗ പൊട്ടിക്കരയാണ്. വിനീത് അവരെ ആശ്വസിപ്പിച്ചു, സാരമില്ല, വിഷമിക്കാതിരിക്കുക. അല്ല ഇങ്ങനൊരു അസുഖത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ആരും പറഞ്ഞു കേട്ടില്ലല്ലോ, ഒരുപക്ഷെ അച്ചമ്മയ്ക്ക് എന്തെങ്കിലും അറിയാവുന്ന അറിയത്തില്ലോ. നിളമോളുണ്ടായ സമയത്ത് ഇന്ന് അച്ഛമ്മ ഡോക്ടർ എങ്ങാനും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യുക, അച്ഛമ്മേനെ ഒന്ന് വിളിച്ചു നോക്കി അറിയാലോ എന്ന് പറഞ്ഞു. അത് ശരിയാ എന്ന് ഗംഗയ്ക്കും തോന്നി. ആ സമയത്താണ് കോളേജ് വിട്ട് യമുന വീട്ടിലേക്ക് വരുന്നത്. ഭയങ്കര സന്തോഷത്തിലാണ് വരുന്നത്. കാരണം നിവിൻ്റെ വാക്കുകളൊക്കെ യമുനയുടെ മനസ്സിലുണ്ട്. നിവിനെ തന്നെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് തന്നെ രണ്ടാം വട്ടം രക്ഷിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല താൻ ഉടുത്തോണ്ട് പോയിരിക്കുന്ന സാരി ഭയങ്കരമായിട്ട് ആൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു സ്വപ്ന ലോകത്തിൽ എന്നോണമാണ് യമുന വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശാരദയോ കാവേരിയോ ഗംഗയോ ആരുമില്ല, രാധമ്മ മാത്രമുണ്ട് വീട്ടില്. അപ്പോഴേക്കും യമുന വന്നിട്ട് ചോദിച്ചു, അല്ല എന്തേ രാധമ്മേ, ബാക്കി എല്ലാവരും എന്തേന്ന് ചോദിച്ചു. അവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോയെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലേക്കോ? അതെന്ത് പറ്റി? അത് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്നോ? അതെ, നിളമോള് ഹോസ്പിറ്റലിലാണ്, ടീച്ചർ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോയേക്കുക. നിളയ്ക്ക് എന്ത് പറ്റി? എന്താണെന്നറിയില്ല, അവൾ തല ഇറങ്ങി വീണെന്നോ മറ്റോ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴേക്കും യമുനയ്ക്ക് ടെൻഷനായി. യമുന പെട്ടെന്ന് ഓർത്തു, അന്നൊരു ദിവസം ഇതുപോലെ തുണി കഴുകാനായിട്ട്
ആറ്റിപ്പോയ സമയത്താണ് അവൾ തല ഇറങ്ങി വീണേ. അന്നും അവളെ എടുത്തുകൊണ്ട് താൻ ഓടിയതാ. പെട്ടെന്ന് യമുന ചോദിച്ചു, അല്ല എന്നിട്ട് വിളിച്ചില്ലേന്ന് ചോദിച്ചു. വിളിച്ചില്ല എന്ന് പറഞ്ഞു. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ യമുന വിളിക്കുകയാണ്. ഈ സമയത്ത് ഗംഗ രാധമ്മയെ വിളിക്കാനായിട്ടിരിക്കുമ്പോഴത്തേനുമാണ് യമുനയുടെ കോള് വരുന്നത്. അങ്ങനെ യമുന കാര്യങ്ങളൊക്കെ തിരക്കണ സമയത്ത് ഗംഗ ചോദിച്ചു, രാധമ്മയുണ്ടോ അടുത്തെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ ആ ഫോണൊന്ന് ലൗഡ് സ്പീക്കർ ഇടാന്നും പറഞ്ഞു. അങ്ങനെ രാധമ്മയോട് ഗംഗ ചോദിച്ചു, രാധമ്മേ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, സത്യം പറയണം. നീളമോള് ജനിച്ച സമയത്ത് ഡോക്ടർ എന്തേലും രാധമ്മയോട് പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. എന്ത്? അല്ല, അവളുടെ ഹാർട്ടിന് എന്തേലും പ്രശ്നമുണ്ടെന്ന്. ഹാർട്ടിന് പ്രശ്നമുണ്ടെന്നോ? അതെ, അങ്ങനെ എന്തേലും പ്രശ്നമുണ്ടെന്ന്. അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ലോ മോളെ. എൻ്റെ ഈശ്വരന്മാരെ, എന്തൊക്കെയാ ഞാൻ കേൾക്കണേ. എൻ്റെ നീളമോൾക്ക് ഹാർട്ടിന് പ്രശ്നമോ? അത് പിന്നെ ഡോക്ടർ പറഞ്ഞു അവളുടെ തല ഇറങ്ങി വീണ് കഴിഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രാധമ്മ കരയാൻ തുടങ്ങി. യമുനയ്ക്ക് സഹിച്ചില്ല. യമുന പെട്ടെന്ന് കോള് കട്ട് ചെയ്തിട്ട് ഇറങ്ങി ഓടുവാണ്. അപ്പോഴേക്കും രാധം പറഞ്ഞു, മോളെ നീ എങ്ങോട്ടാ? എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം, എനിക്ക് നിളയെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് യമുന ഓടി. അങ്ങനെ ഒടുവിൽ യമുന ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ഈ സമയത്ത് ശാരദ പുറത്തേക്ക് ഇറങ്ങി വരുന്ന നിളയെ കണ്ടിട്ട് ശാരദ വന്നിട്ട് പറഞ്ഞു, മോൾക്ക് നല്ല സങ്കടമുണ്ട്, ഇന്ന് തന്നെ ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് കൊണ്ടാന്നൊക്കെ ഞാൻ ഉറപ്പെടുത്തു. അല്ല, ഡോക്ടർ എന്ത് പറഞ്ഞെന്നൊക്കെ ചോദിച്ചു. അത് കേട്ടതും കാവേരി പറഞ്ഞു, അമ്മ വിഷമിക്കരുത്, കുറച്ച് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെ പറയണമെന്നറിയില്ല. എന്താ കാവേരി, കാര്യം എന്താ വെച്ചാൽ പറ. അത് പിന്നെ നിലമോളുടെ ഹാർട്ട് എന്താ ചെറിയ പ്രശ്നമുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞേ. ഹാർട്ടിനോ? അത് കേട്ടപ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി ശാരദ. അമ്മ ഒന്ന് കരയാതിരുന്നേ. ഇപ്പൊ തൽക്കാലത്തേക്ക് മോളോട് ഒന്നും പറയാൻ പാടില്ല. ഒരു ഭാവഭേദം അവളുടെ മുന്നിൽ കാണിക്കാൻ പാടില്ല. കുറച്ച് ടെസ്റ്റിനൊക്കെ ഡോക്ടർ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് ഡോക്ടർ ഒന്നുകൂടെ പോയി കാണണം. അതിനുശേഷം എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അല്ലടി, വല്ല പ്രശ്നമുണ്ടോ? അമ്മ ഇന്ന് സമാധാനമായിട്ടിരിക്കേ. കാരണം ഇപ്പൊ അവർക്കും പറയാൻ പറ്റില്ല എങ്ങനെ എന്താന്നൊക്കെ. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു പോയി. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ്. അങ്ങനെ വിനീതും കാവേരിയും കൂടെയാണ് കയറി ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതെ കുറച്ച് കോംപ്ലിക്കേഷനാണ് കാര്യങ്ങൾ, എത്രയും പെട്ടെന്ന് ഹാർട്ടിന് സർജറി ചെയ്യണം, അല്ലെങ്കിൽ കുട്ടിയുടെ ജീവൻ അപകടത്തിലാന്ന് പറഞ്ഞു. ആ സമയം വിനീത് ചോദിച്ചു, ഡോക്ടറെ സർജറിക്ക് കുറച്ച് പൈസ ആകുമോ? കുറച്ച് ലക്ഷങ്ങൾ വേണ്ടി വരുമെന്ന് പറഞ്ഞു. സർജറി ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നമാണ്. പിന്നെ നിങ്ങൾക്ക് ഇനി വിശ്വാസം വരുന്നില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടേ കാണിച്ചോ, റിസൾട്ടൊക്കെ ഞങ്ങൾ തന്നുവിടാം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടതും കാവേരി പറഞ്ഞു, അങ്ങനെ ഞങ്ങൾക്ക് വിശ്വാസക്കുറവൊന്നുമില്ല ഡോക്ടറെ. അതെ, ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. കുട്ടിയുടെ നില അല്ലെങ്കിൽ ഗുരുതരമായിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കാവേരിക്ക് ഒന്ന് പൊട്ടിക്കരയാൻ തോന്നി. ഒന്നും രണ്ടുമല്ല, ലക്ഷങ്ങൾ വേണം. ആ പൈസയ്ക്ക് ഇനി എന്ത് ചെയ്യും എന്നൊരു ചിന്തയായിരുന്നു മനസ്സിനറിയും. ഈ സമയം ഗംഗ വിനീതിനോട് വന്നിട്ട് കാര്യം തിരക്കി. അപ്പോഴേക്കും വിനീത് കാര്യം പറഞ്ഞു. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും വിനീതേട്ടാ? 1-2 രൂപയല്ലോ വേണ്ടേ? അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഒന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. ശരിക്കും അരവിന്ദൻ്റെ വില അവര് ആ സമയത്ത് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും അരവിന്ദൻ പോയതിന് ശേഷം അവർക്ക് എല്ലാവർക്കും സങ്കടമായിരുന്നല്ലോ. പക്ഷെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ ഇത്ര ടെൻഷൻ അടിക്കേണ്ടി വരത്തില്ലായിരുന്നു. ആർക്ക് എന്ത് വന്നാലും അച്ഛൻ പൈസയൊക്കെ മുടക്കാനും, അല്ലെങ്കിൽ ആ ജയബാലൻ തട്ടിയെടുത്തുകൊണ്ട് പോയ പൈസ ഉണ്ടായിരുന്നെങ്കിലും മതിയായിരുന്നു. ഈ സമയത്ത് കാവേരി പറഞ്ഞു, എന്താണെങ്കിലും നീളമോളുടെ സർജറി വൈകിപ്പിച്ചുകൂടാ, എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറെ പണം തട്ടിയെടുത്തിട്ടുണ്ട് ആ ജയബാലൻ. ഞാൻ അയാളുടെ പോയി പണം ചോദിക്കും, പണം തരാൻ പറയും. ആ തോട്ടത്തിന് വേണ്ടിയിട്ട് അയാൾ വാങ്ങിച്ചെടുത്ത പൈസ എനിക്കത് കട്ടിയേ മതിയാവുള്ളൂ. എൻ്റെ മോളുടെ സർജറി നടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാവേരി ഭ്രാന്തെടുത്ത് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ഗംഗ ആ കയ്യിൽ കയറി പിടിച്ചു. കാവേരി, നീ അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ടെങ്കിൽ അയാൾ ഉടനെ പൈസ തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തരണം ചേച്ചി, തരാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ എനിക്കറിയാം. എനിക്കിപ്പോൾ എന്തിനേക്കാളും വലുത് എൻ്റെ നിഴമോളുടെ ജീവനാ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനി എന്തായി തീരുമെന്ന് നമുക്ക് കണ്ടറിയാം. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.